ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ CPM തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. കോഴിക്കോട്ടെ CPMനകത്ത് നടക്കുന്നത് ആശയപരമായ തർക്കങ്ങളല്ല, മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത് എല്ലാത്തിൻ്റെയും പുറകിൽ മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. CPMനകത്തുള്ള മാഫിയ തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ വാർത്തയും പുറത്തു വരുന്നത്. ഇത് CPMലുള്ള അഴിമതിയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. വിശാലമായ മേഖല പുറത്തു കൊടുക്കുകയാണ്. എല്ലാം പുറത്തു കൊണ്ടുവരണം. അതിന് സമഗ്രമായ അന്വേഷണം നടക്കണം. CPM സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി കൂടുന്നു എന്നുള്ള MV ഗോവിന്ദൻ മാഷ്ട പ്രസ്താവനയും കൂട്ടി വേണം ഈ സംഭവത്തെ കാണാൻ എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓരോ മാഫിയയുടെയും തങ്ങൾ തർക്കം വരുമ്പോൾ രണ്ട് ഭാഗത്തും ഒന്ന് മന്ത്രി റിയാസിന് നേതൃത്വ ലോബിയും മറുഭാഗത്ത് പാർട്ടി ലോബിയുമാണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൈയടക്കുന്ന CPM ആണ്. ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പണം വാങ്ങിയ ഏജന്റിനെയോ ബലിയാടാക്കിക്കൊണ്ടുള്ള നടപടിയിൽ കോൺഗ്രസും പൊതുസഭവും തൃപ്തരാവില്ല. സ്റ്റീൽ കോൺഗ്രസിൻ്റെ വിൽപ്പന വരെ റിയാസിന് പങ്കുണ്ട്. ഞങ്ങൾ മാർച്ച് നടത്താൻ പോവുകയാണ്. റിയാസിൻ്റെ അഴിമതിയുടെയും മാഫിയുടെയും മേഖല അത് വളർന്നിങ്ങനെ പന്തലിക്കുകയാണ്.